മൽക്കോട്ടൻസ് അഗൈൻ എ ഫ്യൂ ഡിഫറെൻറ്റ് ലുക്സിൽ വന്നിട്ടുള്ള മൽക്കോട്ടൻസ് ആണ്. എല്ലാം നല്ല ഒരു കംഫർട്ടബിൾ റേഞ്ചിൽ പ്യുവർ കോട്ടൺസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കളക്ഷനാണ്. വി ഹാവ് സം ഹിയർ. ആ ഒരു റെഡ് ടോൺസും വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെയും പിന്നെ ഒരു ഗ്രീനിൻ്റെ രണ്ട് ലുക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് ഓൾ വെരി സോഫ്റ്റ്. ഓൾ ഓഫ് ദം ആർ വിത്ത് ബ്ലൗസ് ആൻഡ് ഇത് നമുക്ക് 1099 റേഞ്ചിൽ തന്നെയാണ്. നമ്മളുടെ ആ ഒരു റെഗുലർ മൽക്കോട്ടൻസിൻ്റെ റേഞ്ച് ഉണ്ടല്ലോ 1099, ആ റേഞ്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്ലോക്ക് പ്രിൻറ്റഡ് ലുക്കിൽ വരുന്ന ഇതിനകത്തുണ്ട് നമുക്ക് ആ ഒരു അജ്രക്കിൻ്റെ ലുക്കും കൂടെയൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു സ്ക്രീനിൻ്റെ ഇതിലാണ് ചെയ്യുക. അപ്പോൾ നമുക്കത് ആ ഒരു ബ്ലോക്കിൻ്റെ അതേ ഒരു ലുക്കിലാണ് അത് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന സാരിയുടെ പ്ലേസ്മെൻറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ അകത്ത് ആൻഡ് ദാറ്റ് ബേജ് ടോണിൽ വന്നിട്ടുള്ള കുഞ്ഞു പോൾക്ക ഡോട്ട്സിൻ്റെ കൂടെ തന്നെ ആ ഒരു ടെമ്പിൾ ബോർഡർ ലുക്കും കൂടെയൊക്കെ ആയിട്ട്. ആൻഡ് ദിസ് ഇസ് സിമ്പിൾ പല്ലു, ലൈക്ക് ഇറ്റ്സ് കണ്ടിന്യൂസ്. നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു കളർ വേരിയേഷൻ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ദിസ് ഇസ് ബ്രേക്ക് മറൂൺ. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷന് നമുക്ക് വ്യത്യാസമായിട്ട് വരുന്നത് ഇത് കുറച്ചുകൂടി ബ്രൈറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ലൈറ്റ് ഇതാണ്. ഇതൊരു ക്രീമി ഷെയ്ഡും മറ്റതിൻ്റെ അകത്തൊരു ബേജ് ടോണിൻ്റെ ഒരു ലുക്കും കൂടെയാണ് വരുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്ക് ആണ്. ആൻഡ് ബ്രൈറ്റ് റെഡിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രിൻറ്റഡ് ബ്ലൗസാണ് കേട്ടോ. ബ്ലാക്കിൻ്റെ അകത്ത് കുഞ്ഞു പ്രിൻറ്റഡ് ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷൻ റെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ എവർഗ്രീൻ ലുക്കാണ്. ആൻഡ് ഇക്കത്ത് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്രിൻറ്റ്. ആൻഡ് യു ക്യാൻ ആക്ച്വലി ഈസിലി ക്യാരി ദിസ്. വെരി ലൈറ്റ് വെയ്റ്റ് സാരീസ് ആയതുകൊണ്ട് തന്നെ ഇത് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറി അല്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ആർക്കും അഴിഞ്ഞു കിടക്കുന്ന ലുക്ക് തന്നെയാണ് അതിനകത്ത് വരുന്നത്. വർക്ക് വെയറിന് ആക്ച്വലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ബിക്കോസ് ഇറ്റ്സ് ലുക്കിംഗ് റിയലി സ്മാർട്ട്. ആൻഡ് റെഡ് ഇസ് ഓൾവേസ് എ കളർ ദാറ്റ് ഡിമാൻഡ്സ് അറ്റൻഷൻ. അത് നമ്മൾ ആ ഒരു കളർ സൈക്കോളജി വെച്ച് പറയുമ്പോഴത്തേക്ക് റെഡ് ഇസ് സംതിങ് ദാറ്റ് ആക്ച്വലി ഗിവ്സ് യു ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ലുക്ക്. ആൻഡ് അത് ഒരുപാട് രീതിയിൽ നമുക്ക് ആ കളറിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദിസ് വേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ലൈക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ നമുക്ക് നമ്മൾ അതിനനുസരിച്ച് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് കേപ്പബിൾ. ഇതും എനിക്കിഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്. എപ്പോഴും ഇങ്ങനെ ഗ്രിൽ പാറ്റേൺസിൻ്റെ എന്ന് വെച്ചാൽ അത് എനിക്കൊന്നും ഒരു ബറോക്ക് അങ്ങനത്തെ ഉള്ള ഒരു ഇൻസ്പിറേഷനാണ് ബേസിക്കലി വരുന്നത്. പക്ഷെ ദിസ് ഇസ് ആക്ച്വലി നൈസ്. ഞാനിതിനെ ഗ്രിൽ പാറ്റേൺസ് എന്ന് വിളിക്കുന്നു എന്നുള്ളതേ കേട്ടോ. എനിക്കതങ്ങനെ ഓർമ്മ വരുന്നത് എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള സ്റ്റൈൽ വരുമ്പോഴത്തേക്ക് ഗ്രിൽ പാറ്റേൺസ് എന്ന് പറയാറുണ്ട്. ഐ ലൈക്ക് ദി ഫ്ലവർ ഇൻ ദിസ് ലൈക്ക് ഇൻ സിംഗിൾ ഫ്ലവറായിട്ട് ആ ഒരു ബ്രോഡ് ബോർഡർ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇറ്റ്സ് നൈസ് ആൻഡ് ഇറ്റ് ഇസ് പെയർഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ ബ്ലൗസ്. ജോമെട്രിക് പാറ്റേണിലാണ് അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ബ്ലാക്ക് കൂടുതലായിട്ട് നിൽക്കുന്നു. ആൻഡ് സാരിയിൽ വന്നിട്ട് ആ ഒരു ക്രീമി ബേജ് ഷെയ്ഡാണ് കൂടുതലായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. അനദർ സ്ട്രൈപ്പ് ലുക്കാണ് അതിനകത്ത് വരുന്നത്. ആൻഡ് കുഞ്ഞ് ലീഫ് പാറ്റേൺ ലോ ബോർഡർ. എനിക്കൊന്ന് ഇതിനകത്ത് കണ്ടതിനകത്തൊക്കെ നമുക്ക് ആ ഒരു ബ്രോഡ് ബോർഡർ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ലുക്സാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് വൈറ്റ് ബേസിൽ വരുന്ന ഒരു പ്രിൻറ്റഡ് ബ്ലൗസാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇതും സോഫ്റ്റാണ്. ഇതും ആ ഒരു ഫോമൽ ഫീൽ സ്ട്രൈപ്സിന് എപ്പോഴും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഫോമൽ ഫീലിലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് എപ്പോഴും. കാരണം ലൈക്ക് നമ്മൾ പിൻ സ്ട്രൈപ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അതിനൊരു എന്താ പറയുക ഫോമൽ ഫീൽ അവിടെ വരുന്നുണ്ട്. അനദർ സ്ട്രൈപ്പ് ലുക്ക്. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് എൻ്റെ കൈ പോകുന്ന ഒരു കളറല്ല, പക്ഷേ ആ ഒരു കോമ്പിനേഷൻ വന്നപ്പോഴത്തേക്ക് ഐ തോട്ട് വൈ നോട്ട് ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. ലൈക്ക് ദിസ് അഗൈൻ ആ ഒരു ഫോമൽ സ്റ്റൈലിൽ വരുന്ന പാറ്റേൺസും ജോമെട്രിക്സ് ഒക്കെ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. എല്ലാം പൊതുവേ ഇഷ്ടമുള്ള ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂഷ്വലി പോകുന്ന സ്റ്റൈൽ അല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അഗൈൻ സെയിം മെറ്റീരിയൽ എല്ലാം സെയിം ആണ്, മൽക്കോട്ടൺ ആണ്. ആൻഡ് ഇതിൻ്റെ കൂടെയും ബ്ലാക്ക് ബ്ലൗസാണ് പെയർ ചെയ്തിരിക്കുന്നത്. അജ്രക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ലുക്ക് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അജ്രക്കിൻ്റെ കളേഴ്സ് അല്ല, ആ ഒരു കളർ പാലറ്റിനകത്ത് വ്യത്യാസമുണ്ട്. ആൻഡ് ദ ബ്ലൗസിൻ്റെ കോമ്പിനേഷൻ സംതിങ് ദാറ്റ് ഐ ലൈക്ക്. ആ ബ്ലൗസും ആ സാരിയും കൂടെ വരുന്ന കോമ്പിനേഷൻ ആകുമ്പോഴത്തേക്ക് വലിയൊരു പെർഫെക്റ്റ് ലുക്കാണ്. ആ ഒരു എവറിത്തിങ് ഇസ് ഡിഫറെൻ്റ് എന്നുള്ള ഒരു ഫീല് നമുക്കവിടെ വരും. അപ്പം ഈ സാരീസൊക്കെയും അതിൻ്റെ ബ്ലൗസ് ബ്ലാക്കിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രിൻറ്റഡ് ബ്ലൗസസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ മാക്സിമം പെയർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇതെല്ലാം നമുക്ക് എന്നെ ജസ്റ്റ് വാട്സാപ്പസ് ആ ഭാഗം ഒന്നുകൂടെ കട്ട് ചെയ്യണം. ആര് കട്ട് ചെയ്യേ? ഞാൻ കട്ട് ചെയ്യാൻ.
ഈ സാരീസ് ഒക്കെയും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ജസ്റ്റ് വാട്സാപ്പ് മീ 859000 533 ആണ് നമ്പർ വരുന്നത്. ആൻഡ് ഇഫ് യു വോണ്ട് ടു സീ മോർ ഓപ്ഷൻസ് ഇൻ മൽക്കോട്ടൻസ് ഓർ എനി ഫാബ്രിക് ജസ്റ്റ് മെസ്സേജ് മീ.